കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ ആലയത്തിൻ്റെ അകത്തളത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, അപ്പോൾ തന്നെ ഞങ്ങളെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ വീക്ഷിക്കുകയും ഞങ്ങളെ കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വിശുദ്ധ പകലിൽ നമ്മുടെ കർത്താവിനെ മഹത്വം കരയേറ്റുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങളോട് എന്ത് വചനം സംസാരിക്കണം, എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ട ആലോചന, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, പ്രാർത്ഥിച്ചെങ്കിൽ രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ഹൃദയത്തിൽ ഇടപെട്ടു. ഇന്ന് ജനത്തോട് സംസാരിക്കേണ്ട ആലോചന, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന ആരെയും ഒരു ഉദ്ദേശവും ഇല്ലാതെ ദൈവം വിളിച്ചിട്ടില്ല. ഞങ്ങളെ കാണുന്ന എല്ലാവരോടും പറയട്ടെ, എല്ലാവരെയും ദൈവം പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവം നമ്മളെ വിളിച്ച വിളി നിറവേറ്റുക എന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങൾ അറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, നമ്മളെപ്പോഴും ഈ പോരാട്ടത്തെക്കുറിച്ച് പറയുന്നവരല്ലേ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, പിശാചിൻ്റെ ആക്രമണം. ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു, പിശാച് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ പോരാടുന്ന എന്തിനു വേണ്ടിയായിരിക്കും? നമ്മളോട്. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും പിശാച് പല മേഖലയിൽ പോരാടും. എന്നാലും നമ്മൾ പൊതുവെ പെന്തിക്കോസ്തുകാര് അല്ലെങ്കിൽ ദൈവമക്കളെ പൊതുവെ ചിന്തിക്കുന്നത്, കർത്താവ് ദൈവദാസനെ, പിശാചിൻ്റെ പോരാട്ടം ഞങ്ങൾക്കൊരു നന്മ വരുന്നതിന് അവൻ എന്ത് ചെയ്യുന്നു? തടസ്സം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നതിന് പോരാട്ടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് പോരാട്ടമുണ്ട്. എൻ്റെ ശരീരത്തോട് പോരാടുന്നു. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിശ്ചയമായും ഈ മേഖലയിലെല്ലാം ശത്രുവിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് എനിക്ക് ബോധിപ്പിക്കാനുള്ള, അറിയിക്കാനുള്ള ദൈവത്തിൻ്റെ ആലോചന, പിശാചിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം നിങ്ങൾക്ക് വീട് കിട്ടുന്നതിനെതിരെയല്ല, നിങ്ങളുടെ സാമ്പത്തികമായ എന്തെങ്കിലും മേഖലയെ തകർക്കുന്നതിനല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ എതിർക്കുന്നതിനല്ല. അതിനെല്ലാം ഉപരിയായി അവൻ ഏറ്റവും അധികം പോരാടുന്ന മണ്ഡലം, നിങ്ങളെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുന്ന അവിടുത്തെ പദ്ധതികളും അവിടുത്തെ ഹിതവും നിങ്ങളിലൂടെ ഒരു കാലത്തും വെളിപ്പെടരുത് എന്നാഗ്രഹിച്ച് ആ ദൈവിക പദ്ധതിക്കെതിരെയാണ് പിശാച് എല്ലാ കാലത്തും പോരാടുന്നത്. ആശയം മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? പിശാച് ഏറ്റവും കൂടുതൽ പോരാടുന്ന എന്തിനാ? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ വിളി, ആ വിളിയുടെ ഉദ്ദേശം അത് ഒരിക്കലും നടക്കരുത്. ദൈവത്തിൻ്റെ ഹിതമല്ലാതെ എന്ത് വേണേലും ചെയ്തു. ദൈവം നിന്നെ കണ്ടിരിക്കുന്ന, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി ഒഴിച്ച് വേറെ ഏത് പരിപാടിയും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾ ചെയ്യരുത്. എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായോ ആശയം? സ്തോത്രം. അപ്പം നമുക്കതൊന്ന് മനസ്സിലാക്കാം, ഒന്ന് പഠിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അവിടെ 21 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച്
കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. സ്തോത്രം. വായിച്ചേ, എന്താ സംഭവിച്ചത്? നോക്കണേ, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. യേശുവിന്റെ പ്രതികരണം. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകൂ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഈ വാക്യം എല്ലാവർക്കും അറിയാം. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിന്റെ കൈസരിയ പ്രദേശത്തെത്തി, അല്ലേ? അവിടെ വന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയും? ഞാൻ ഫിലിപ്പിന്റെ കൈസരിയ നിങ്ങളോട് പ്രസംഗിച്ചിട്ടുള്ളതാണ്. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. സ്തോത്രം. അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകാതെ തന്നെ നേരിട്ട വചനത്തിലേക്ക് പോകുകയാണ്. യേശു നിശ്ചയിച്ചുറപ്പിച്ചൊരു സ്ഥലത്ത് വന്നു. ഫിലിപ്പിന്റെ കൈസരിയിലൊക്കെ വന്നതിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല, നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. എനിവേ, യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അവര് മറുപടി പറഞ്ഞു, കർത്താവേ, ചിലര് പറയുന്നത് അങ്ങ് യോഹന്നാൻ സ്നാപകനാണ്, മറ്റു ചിലർ പറയുന്നത് ഏലിയാവാണ്, വേറെ ചിലർ പറയുന്നു അങ്ങ് ഇരമ്യാവാണ്, വേറെ കുറെ ആൾക്കാർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. ജനത്തിന്റെ മറുപടിയാ. അവരത് പറയാൻ അവരുടേതായ കാരണങ്ങളുമുണ്ട്. പുറമേ ഉള്ള കാഴ്ചയിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന ആ ശുശ്രൂഷകളെ വിലയിരുത്തിയപ്പോ അവർക്ക് അങ്ങനെയെല്ലാം തോന്നി. അതിനാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് യേശുക്രിസ്തു ഒരു സാധാരണ പ്രവാചകൻ ആയിട്ടോ ഏലിയാവായിട്ടോ ഇരമ്യാവായിട്ടോ പ്രവാചകന്മാരിൽ ഒരുത്തനായിട്ടോ യോഹന്നാൻ സ്നാപകനായിട്ടോ ഒക്കെ തോന്നിയതിൽ അത്ഭുതമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അങ്ങനെ ആളുകൾക്ക് തോന്നി. ശിഷ്യന്മാരോട് ചോദിച്ചു, ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളും എന്നെ ഒരു പ്രവാചകനായിട്ട് മാത്രമാണോ കാണുന്നത്? നിങ്ങൾ എന്നെ യോഹന്നാൻ സ്നാപകനെ പോലെയാണോ കാണുന്നത്? നിങ്ങൾ എന്നെ ഇരമ്യാവിനെ പോലെ തന്നെയാണോ കാണുന്നത്? നിങ്ങൾ എന്നെ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ തന്നെയാണോ കാണുന്നത്? പക്ഷേ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇതേ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഗുരുവേ, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഓ, എത്ര ആശ്ചര്യകരമായ പ്രസ്താവന, അത്ഭുതകരമായ പ്രസ്താവന. സാധാരണ നിലയിൽ ഒരാൾക്കും മാനുഷിക ബുദ്ധിയിൽ പറയാൻ പറ്റാത്തൊരു വെളിപ്പാട്. സ്തോത്രം, സ്തോത്രം. അത് പത്രോസ് പറഞ്ഞു. അതവന്റെ ബുദ്ധിയിൽ തോന്നിയതല്ല, അല്ലേ? അവൻ ആരെങ്കിലും കേട്ട് പറഞ്ഞതല്ല. അവൻ പറഞ്ഞതൊരു വെളിപ്പാടായിരുന്നുവെന്നും ആ വെളിപ്പാട് സാക്ഷാൽ പിതാവായ ദൈവം അവന് കൊടുത്തതാണെന്നും യേശു സാക്ഷ്യപ്പെടുത്തി. യേശു തുടർന്ന് ഇങ്ങനെ പറഞ്ഞു, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. എന്ന് വെച്ചാൽ യേശു ദൈവപുത്രനാണെന്ന് പറയണമെങ്കിൽ അതിന് ദൈവം തമ്പുരാന്റെ വെളിപ്പാട് വേണം. കരമേർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്.
ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കൾക്കും പുറത്തുള്ളവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആമേൻ. ഇതിനകത്ത് വന്നവർ യേശു ദൈവപുത്രനെന്ന് വെളിപ്പാട് ലഭിച്ചവർ. ഹല്ലേലൂയ. വെളിപ്പാടിൽ മാത്രം നമ്മൾ അറിഞ്ഞു അവനൊരു പ്രവാചകനല്ല, അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനല്ല, അവൻ യിരെമ്യാവല്ല, അവൻ യോഹന്നാൻ സ്നാപകനല്ല, ഈ ലോകത്തിലുള്ള മറ്റേതെങ്കിലും മത നേതാക്കന്മാരെ പോലെ, അവൻ ഗുരുക്കന്മാരെ പോലെ അല്ല. അതിനപ്പുറമായി അവൻ സാക്ഷാൽ ദൈവത്തിന്റെ ഓമന കുമാരനാണ്, ദൈവപുത്രനാണെന്ന് അവൻ പറയാൻ നിങ്ങൾക്ക് ഇടയായത്, നമുക്ക് ഇടയായത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല, നമ്മുടെ അറിവ് കൊണ്ടല്ല, പകരം അതിനപ്പുറമായി നമുക്ക് ലഭിച്ച സ്വർഗീയ വെളിപ്പാട്. സ്തോത്രം. ഈ വെളിപ്പാടിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വെളിപ്പാട് ലഭിച്ചവർ ഭാഗ്യവാന്മാർ. അവനെ ഒരു അധ്യാപകനായി മാത്രം ഒതുക്കുമ്പോൾ, അനേക മതനേതാക്കന്മാരിൽ ഒരുവനായിട്ട് അവനെ കാണുമ്പോൾ മധ്യ നിന്നുകൊണ്ട് ആമൻ പത്രോസിനോട് ചോർന്ന് എനിക്കും നിങ്ങൾക്കും പറയാനൊരു കാര്യമുണ്ട്. അവൻ കേവലം ഇവിടുത്തെ ഗുരുവല്ല, അവൻ ഏതെങ്കിലും പ്രവാചകന്മാരിൽ ഒരുത്തനല്ല, അവൻ സാക്ഷാൽ ഉലകം ചമച്ച ദൈവത്തിന്റെ ഓമന കുമാരൻ, സാക്ഷാൽ ദൈവ സർവശക്തനായ ദൈവം. ഓക്കെ. ഈ വലിയ വെളിപ്പാട് പറഞ്ഞ പത്രോസ് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ കർത്താവ് പറഞ്ഞു, അതാ നമ്മൾ വായിച്ച വേദഭാഗം, താൻ യെരൂശലേമിൽ പോയി മൂപ്പന്മാര്, മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര് ഇവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യാൻ പോവുകയാണെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. ഇന്ന് എൻ്റെ മുമ്പിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ഇന്ന് ചിന്തിക്കുന്നത്? ആമേൻ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു കാര്യപരിപാടിയുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളെ ഈ ഭൂമിയിൽ അയച്ചതിന് പിന്നിൽ ദൈവത്തിനുള്ള പദ്ധതി, അത് വിലയേറിയ പദ്ധതിയാണ്. അത് നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറണം. അത് നിറവേറാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തിന് അതിൽ പ്രസാദമില്ല. ആമൻ. എന്നാൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോണ്, ആമൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ തിരുഹിതം, ദൈവത്തിന്റെ ഇഷ്ടം അത് നിറവേറാതിരിക്കാൻ പിശാച് എന്തെല്ലാം പണിയാമോ, എന്തെല്ലാം ചെയ്യാമോ, എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കാമോ അത് മുഴുവൻ പ്രയോഗിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യ തിരുഹിതമെന്ന് പറയുന്നത്, അവൻ ഈ ഭൂമിയിൽ വന്ന് ആമൻ 33.5 വർഷം ഇവിടെ ജീവിച്ച് പോകണമെന്നല്ല. ആമൻ. പകരം അതിനപ്പുറം മാനവരാശിയുടെ നിത്യ പ്രശ്നം, മാനവരാശിയുടെ അല്ലെ വലിയ പ്രതിസന്ധി, ആഴമായ പ്രതിസന്ധിയായി മാറിയത്, മാനവരാശിയുടെ ആമേൻ സ്വത്രമല്ലേ മുഴു ചരിത്രത്തെയും തകർത്ത് കളഞ്ഞ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് ജീവിതത്തിലെ പ്രത്യാശ നശിപ്പിച്ച, ജീവിതം നശിപ്പിച്ച, ആമേൻ, അവരുടെ ജീവിതം ദൈവവുമായി അകറ്റിക്കളഞ്ഞ പാപമെന്ന് പറയുന്ന മഹാപ്രശ്നത്തിന് ആമേൻ തന്റെ മരണത്താൽ പരിഹാരം വരുത്തി മനുഷ്യവർഗത്തെ, ദൈവത്തോട് അകന്ന മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ച് കാൽവറി ക്രൂശിൽ യേശു കർത്താവിന്റെ ആമേൻ ബലിയിലൂടെ ആമേൻ മനുഷ്യജാതിയെ ദൈവവുമായി നിരപ്പിച്ച് സ്വർഗീയ സമാധാനത്തിലേക്ക്, നിത്യജീവനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ആമേൻ ദൈവത്തിന്റെ നിത്യ പദ്ധതിയ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം. സ്തോത്രം. സ്തോത്രം. ഈ ഭൂമിയിൽ മരിക്കാനായി വന്ന ഒരുവൻ മാത്രം. സ്തോത്രം. അപ്പം യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ വരവിന്റെ ലക്ഷ്യം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? മരിച്ച് പാപപരിഹാരം വരുത്തി, അല്ലേ, നമ്മളെ ദൈവത്തോട് നിരപ്പിക്കണം, നമ്മളെ നിത്യജീവനിൽ എത്തിക്കണം, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അതിനവിടുന്ന് മരിക്കുകയും ആമേൻ 3-ാം ദിവസം മരണത്തെ ജയിച്ച് താൻ ദൈവപുത്രനെന്ന് തെളിയിക്കേണ്ടതിന് ഉയർത്തെഴുന്നേൽക്കുകയും വേണം. ഇതാണ് ദൈവത്തിന്റെ, ദൈവപുത്രനെ കുറിച്ചുള്ള പിതാവിന്റെ തിരുഹിതം. സ്തോത്രം. ആ തിരുഹിതത്തിന്റെ വെളിപ്പാട് ദൈവപുത്രൻ അങ്ങോട്ട് പറഞ്ഞപ്പോ, അതിനു മുമ്പ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസ്, പിതാവിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ച പത്രോസ് തന്നെ നിന്നുകൊണ്ട് പറയുക, ഗുരുവേ, അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചിട്ട് പറയുക, നിനക്ക് അങ്ങനെ ഭവിക്കരുത്, നീ മരിക്കണ്ട, നീ മരിക്കാൻ പാടില്ല.
നീ ഉപദ്രവമേക്കാൻ പാടില്ല. നീ ആരും നിന്നെ ഉപദ്രവിക്കാൻ പാടില്ല. നീ യെരൂശലേമിൽ പോയി തകരാൻ പാടില്ല. സ്തോത്രം, സ്തോത്രം. നീ എന്നും ഇങ്ങനെ രാജാവായി ഇവിടെ ഇരിക്കണം. എന്നും നീ ഞങ്ങളോട് കൂടെ ഇരിക്കണം. നീ മരിക്കാൻ പാടില്ല. കേൾക്കുന്നവർക്ക് തോന്നിയേക്കാ, അയ്യോ ഇതെന്ത് സ്നേഹമാ, ഇതെന്ത് കരുതലാ, ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഉണ്ടോ? പത്രോസിന്റെ സ്നേഹം എത്ര നല്ലതാ! ഇത്രയും സ്നേഹമുള്ളവനാണോ പത്രോസ്? സ്നേഹം കൊണ്ടല്ലേ ഈ പറഞ്ഞത്? കർത്താവിനൊരു പോറൽ പോലും ഏക്കല്ലെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അരുമനാഥനെ അത്ര സ്നേഹിച്ചിട്ടല്ലേ അത് പറഞ്ഞത്? സ്തോത്രം. പക്ഷേ പത്രോസേ, നീ പറഞ്ഞത് നിന്റെ ആലോചനയല്ല, ദൈവത്തിൻ്റെ ആലോചനയല്ല. നീ മനുഷ്യർക്ക് വേണ്ടി കരുതുന്നവനാ. ഇതെന്റെ പദ്ധതിക്കെതിരാ. നിന്നിൽ വ്യാപരിക്കുന്നത് സാക്ഷാൽ പിശാച. സാത്താനേ, എന്നെ വിട്ടുപോ. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിത്യ പദ്ധതി. അത് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് എന്നെക്കുറിച്ച് ഇഷ്ടമിതാ, ഞാൻ ഇങ്ങനെ ജീവിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ഇന്നത് ചെയ്യണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. അതല്ലാതെ വേറൊരു കാര്യമില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആമേൻ, അതിന് വിരുദ്ധമായി വരുന്നതിനെയൊക്കെ നമ്മുടെ കർത്താവ് ശാസിച്ചതുപോലെ ആത്മാവിൽ ശാസിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആ നിത്യ പദ്ധതി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി, എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ആമൻ എനിക്ക് അറിയാതെ വന്നാൽ ആളുകൾ പറയുന്നതിനനുസരിച്ച്, ആമൻ വ്യക്തികൾ അഭിപ്രായം പറയുന്നതിനനുസരിച്ച്, ആമൻ കൂട്ടുകാര് അഭിപ്രായം പറയുന്നതനുസരിച്ച്, ആളുകൾ നമ്മുടെ ഗുണത്തിന് പറയുന്നുവെന്ന് തോന്നുന്ന കാര്യങ്ങളെ പോലെ ആമൻ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ആമൻ നടന്ന് ജീവിച്ച് കാലങ്ങൾ പാഴാക്കി, സമയം പാഴാക്കി ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിത്യ പദ്ധതിയെ തകർക്കാനുള്ള പൈശാചിക സ്വാധീനത്തെ ഇന്ന് പകൽ എത്ര പേര് വിവേചിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അനേകം ആളുകൾ പരാജയപ്പെട്ടിരിക്കുന്ന എവിടെയാണെന്നറിയോ? അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ നടക്കുന്ന. ഇപ്പം കാര്യം എന്നാ? ഇവരുടെ അഭിപ്രായം, ഇവരുടെ തീരുമാനം അല്ലേ ഇങ്ങനെ മാറ്റപ്പെടുകയാ. സ്തോത്രം. ആദമിനെയും ഹവ്വായെയും തോട്ടത്തിലാക്കി. എന്തിനാ ചാക്കിയെ? തോട്ടത്തിലാക്കിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്തുവാ പറഞ്ഞേ? തോട്ടത്തിൽ വേല ചെയ്യണം. ഒന്ന്, തോട്ടം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, അല്ലയോ? തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം സൂക്ഷിക്കണം. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശത്രു കടക്കാതെ നോക്കണമെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ശരിയാണോ? തോട്ടം സൂക്ഷിക്കാനും തോട്ടത്തിൽ വേല ചെയ്യാനും ആക്കി വെച്ചു. പക്ഷേ സൂക്ഷിക്കാൻ മറന്നുപോയി. വേലയൊക്കെ ചെയ്തു കാണും, സൂക്ഷിക്കാൻ മറന്നു. സൂക്ഷിക്കാൻ മറന്നപ്പോൾ പിശാച് കടന്നു. പ്രൈസ് ദി ലോർഡ്. പിശാച് കടന്നു. ദൈവം കൽപ്പിച്ചായിരുന്നു തോട്ടത്തിന്റെ നടുവിലുള്ള നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്. തോട്ടത്തിൽ വേല ചെയ്തു, ഇഷ്ടംപോലെ ഫലങ്ങൾ അല്ലെ കഴിക്കാം. സൂക്ഷിക്കണം, നടുവുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്. പാമ്പ് വഞ്ചിച്ചു. എന്നാ പറഞ്ഞു? സംശയം ഉണ്ടാക്കി. ദൈവം പറഞ്ഞു സൂക്ഷിക്കണം. തോട്ടം, ആ സൂക്ഷിക്കുക എന്ന വാക്കിനകത്ത് തോട്ടം സൂക്ഷിക്കണം, നിന്നെ തന്നെ സൂക്ഷിക്കണം. എത്ര പേര് ആമേൻ പറയും? നിന്റെ വർത്തമാനം സൂക്ഷിക്കണം. ആമേൻ, ആമേൻ.
സംസാരം വന്നപ്പോ എന്താ സഹോദരി പറഞ്ഞത്? 3:1 വായിച്ചേ. യഹോവയായ ദൈവമുണ്ടാക്കിയ പാമ്പ് ആരായിരുന്നു? അപ്പൊ ഈ കൗശലക്കാരനുള്ളത് കൊണ്ടാ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഈ സൂക്ഷിക്കാൻ പറഞ്ഞതേ കൗശലക്കാരനുണ്ട് അവിടെ. സ്തോത്രം. തന്ത്രം പ്രയോഗിക്കുന്നവനുണ്ട്, അല്ലേ? അപായപ്പെടുത്തുന്നവനുണ്ട്, വീഴ്ത്തിക്കളയുന്നവനുണ്ട്, തകർക്കുന്നവൻ അതിലുണ്ട്, നുഴഞ്ഞു കയറുന്നവൻ അവിടെ ഉണ്ട്. സൂക്ഷിക്കണം. എന്നിട്ട് ആ ചോദ്യം, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതൊക്കെ അറിയാല്ലേ? എന്താ മറുപടി? ആ, ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ വായിക്കേ, കടിഞ്ഞാനിട്ട് കാക്കാൻ സൂക്ഷിക്കണം. ആവശ്യമില്ലാത്ത ചോദ്യത്തിന് മറുപടി പറയണ്ട. പിശാചിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ദൈവം നിന്നെ ആക്കിയിട്ടില്ല. ദൈവം വല്ല ചോദിച്ച പറഞ്ഞാൽ മതിയെന്നേ. അവൻ പലതും പറയും, അവൾ പലതും പറയും, അല്ലേ? അവര് പലതും പറയും. അതിനൊന്നും മറുപടി പറയാൻ ദൈവം നിന്നെ ആക്കിയിട്ടില്ല. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിറവേറണമെങ്കിൽ ചില സ്ഥലത്ത് വായടച്ചും മിണ്ടാതിരിക്കണം. ആവശ്യമില്ലാത്തതിന് മറുപടി പറയണ്ട. ജീസസ് ശിഖലമന ഹതുര ജഗന ഘടക. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഈ വാസ്തവത്തിനകത്തൂടെ പുള്ളി ഉദ്ദേശിച്ചെന്തറിയാമോ? സംശയമുണ്ടാക്കുക. ഉറപ്പായിട്ടുണ്ടോ? അപ്പൊ ഒന്ന് ചിന്തിക്കില്ലയോ, അങ്ങനെ എന്നെ പറഞ്ഞായിരുന്നോ? ഇനി ഞാൻ വല്ലതും മറന്നതാണോ? ഞാൻ ശ്രദ്ധിക്കാഞ്ഞതാണോ? വാസ്തവമായിട്ട് പറഞ്ഞോ? മറുപടി സ്ത്രീ പാമ്പിനോട് പറഞ്ഞു, വായിച്ചോ. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം. ഇതൊന്ന് വെളിയിൽ വരണമായിരുന്നു. അതിനാണ് ഈ വാസ്തവം എടുത്തിട്ടത്. എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ വായിന്ന് ചിലത് വരണം, ചില അധികപ്പറ്റ് വരണം. എത്ര പേർക്ക് പിടികിട്ടി? ചില അധികപ്പറ്റ് വരാൻ അവൻ ചില കുടുക്ക് ചോദിക്കും. ചില ആൾക്കാർ ഭയങ്കര വിരുദ്ധരല്ലേ? ചൂണ്ടയ്ക്കകത്ത് ഇരയിട്ട് കൊടുക്കുന്ന പോലെ ചിലരോട് എന്തേലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അവരതിൽ കയറി കോത്തും. ചിലർ ഭയങ്കര മിടുക്കരാ, അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ ഇര ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും? കൊത്താനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു, കയറിക്കൊത്തി. എന്നിട്ട് പറഞ്ഞതും പറയാത്തതും എല്ലാം അങ്ങ് വിളമ്പും. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? വിരുത് തെറ്റുന്നത് എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ആത്മീകത എന്താ? ഈ കുറച്ചു നേരം ഇരുന്ന് അന്യഭാഷ പറയാന്ന് പറഞ്ഞു. വരാത്ത എന്താണെന്നറിയാവോ? എന്താ പറയേണ്ടത്? ഈ അതരമാ. ഈ അതരം ശരിയല്ലെങ്കിൽ ഇതിനകത്തൂടെ വരില്ല. ഈ അതരം കൊണ്ട് ആവശ്യമില്ലാതെ സംസാരിച്ചിട്ട് ഞാനിവിടെ നിന്ന് പറയാം, നമുക്കൊരു 10 മിനിറ്റ് കൈയടിക്കാതെ അന്യഭാഷകൾ സംസാരിക്കും, വരികയല്ല. പിന്നെ ഈ കൈയടിക്കുമ്പോൾ വരുന്നതൊന്നും അന്യഭാഷയൊന്നും അത് ഈ ഇളക്കപ്പെരുക്കത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ വരും പലതും. യഥാർത്ഥ അഭിഷേകം നിറവിൽ നിന്ന് വരുന്നതാ, അത് ഡ്രമ്മടിയുടെ ശബ്ദത്തിൽ നിന്ന് വരുന്നതല്ല. മനസ്സിലായവർക്ക് സ്തോത്രം ചെയ്യാം.
നിങ്ങളുടെ അധരം എത്രത്തോളം ശുദ്ധീകരിക്കപ്പെടുമോ അപ്പോഴേ നിങ്ങൾക്ക് നിറവുണ്ടാവൂ. ആമേൻ. അധരം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ഉറവിടമായ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് തൂതു പറയുന്നു. ആമേൻ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പരിപാടിയുണ്ട്. ഹവ്വയെ നിന്നെ കുറിച്ച്, ആദമേ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. ദൈവം നിങ്ങൾക്ക് നൽകിയ തോട്ടത്തിനകത്ത് ആമേൻ സുഖമായി ക്ഷേമമായി ആമേൻ സ്വതന്ത്രം ജീവിക്കണം. തോട്ടത്തിലുള്ള വൃക്ഷഫലം കഴിച്ച് ആമേൻ സന്തോഷത്തോടെ വെയിലാറുമ്പോ ദൈവം ഇറങ്ങി വരും. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങള് അവരെ തോട്ടത്തിനകത്ത് അധ്വാനിച്ച് അവൻ ആനന്ദകരമായ ജീവിതം, സന്തോഷകരമായ ജീവിതം നയിക്കാൻ ദൈവമാക്കിയിരിക്കുമ്പോ അവൻ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാതെ, അവൻ വേലി തുറന്നത് കൊണ്ട് എന്തു സംഭവിച്ചു? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിലൂടെ നിറവേറാതെ നിങ്ങൾ ആ പദ്ധതിക്ക് വെളിയിൽ പോയി. എന്ത് സംഭവിച്ചു? പാപം ചെയ്തു. സ്തോത്രം. തേജസ്സിന്റെ വസ്ത്രം പോയി, തോട്ടത്തിന്റെ വെളിയിലായി. അവർ നിമിത്തം മനുഷ്യരാശി മുഴുവൻ പാപത്തിന്റെ വലിയ തകർച്ചയിലായി. ഈ തകർച്ചയിൽ നിന്ന് വീണ്ടെടുക്കാനാണ് ദൈവപുത്രൻ വന്നത്. സ്തോത്രം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് അല്ലേ, അവരുടെ നഗ്നത മറയ്ക്കാൻ ഏദനിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. സ്തോത്രം. അതിന്റെ തോലുകൊണ്ട് ഇവരുടെ നീതിപ്രവർത്തികളാകുന്ന അത്തിയിലെ ഇല ആമേൻ അല്ലേ സൂര്യന്റെ ചൂടേറ്റപ്പോ അത് എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. മനുഷ്യന്റെ നീതിപ്രവർത്തികളൊക്കെ കറവരണ്ട തുണി പോലെയാ. മനുഷ്യൻ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാല് ആമൻ മറയത്തില്ല. അതുകൊണ്ട് അവിടെ കുഞ്ഞാടിന്റെ അല്ലേ തോലുകൊണ്ട് അവരെ ഉടുപ്പിച്ചത് വിളിച്ചു പറയുന്നത് മനുഷ്യരാശിയെ ആമനയുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുവാൻ, മനുഷ്യന്റെ നീതിപ്രവർത്തിക്ക് കഴിയാതിരിക്കുമ്പോ ദൈവ കുഞ്ഞാട് ഈ ലോകത്തിലേക്ക് വന്നു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ദൈവ കുഞ്ഞാട് ക്രൂശിൽ തകർക്കപ്പെട്ടു. ആ കുഞ്ഞാട് അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി അവൻ നമുക്ക് നീതിയുടെ വസ്ത്രം നൽകി നമ്മളെ മോചിപ്പിച്ചതിന് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്ത ആരാധിച്ചാട്ട്. ജീസസ്. ഇത്ര വലിയ മിഷനുമായിട്ട് ആര് വന്നത്? യേശു വന്നത്. ആ ദൗത്യത്തെയാണ് ഒരുത്തൻ നിന്നുകൊണ്ട് പറയാ, ഗുരുവേ നിനക്ക് അങ്ങനെ ഭാവിക്കരുതേ. സ്നേഹമാണോ പ്രിയപ്പെട്ടവരെ? പിശാചിന്റെ കൊടിയ തന്ത്രമാണ്. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ദൈവം വലിയ പദ്ധതി ഒരുക്കുമ്പോൾ ഓരോരുത്തർ വന്ന് സ്നേഹം കാണിക്കുക. അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ പോ, അങ്ങനെ പോ, ഇങ്ങനെ ചെയ്യ, അത് വേണ്ട, ഇത് മതി, ഇത് വേണ്ട, മറ്റേത് മതി. ഇന്ന് പകൽക്കാലം ഇതൊന്നും സ്നേഹമല്ല, ഇതൊന്നും കരുതലല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ നിന്ന്, ദൈവത്തിന്റെ മഹാ നിയോഗങ്ങളിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും തകർത്ത് കളയാൻ അവൻ വെളിപ്പെടുന്ന അവൻ പൈശാചിക ബാധയ, പൈശാചിക പോരാണ് ഇതിന്റെ പേരിൽ നിന്ന് ആത്മാവിൽ തിരിച്ചറിയണം. സ്തോത്രം, സ്തോത്രം. പിശാച് ഭയങ്കര ബുദ്ധിമാനാ. അവന് അറിയാൻ വയ്യാത്തവരൊന്നുമല്ല വരുന്നത്. എന്തിനാ പത്രോസിലൂടെ വന്നേ? ഏറ്റവും അടുത്ത പ്രിയങ്കരനായ ശിഷ്യനാ. എന്തിനാച്ചാ ഈ അയൽക്കാരിൽ നിന്നൊക്കെ വരത്തില്ല, ഏറ്റവും അടുത്തടത്തുനിന്ന് വരൂ. ഒരു പരിചയമില്ലാത്തടത്തുനിന്ന് വരികയല്ല. അഭിപ്രായമായി, നിർദ്ദേശമായി, ശാസനയായി എന്തെങ്കിലും ഒരു ദൈവഹിതത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടും. അതവർക്ക് മനസ്സിലായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് തിരിച്ചറിയണമെങ്കിൽ ഉണ്ടല്ലോ ആമേൻ അസാധാരണ അഭിഷേകം വേണം. സ്തോത്രം. യേശുവിന് മേൽ വ്യാപരിച്ചതുപോലെ അസാധാരണ അഭിഷേകമുണ്ടെങ്കിൽ ആമേൻ ഈ പൈശാചിക തന്ത്രത്തെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പ്രാപിക്കുന്നത് ഈ വിവേചനപരമാ. ആമേൻ വരുന്ന വെളിപ്പാടുകൾ, വരുന്ന ദൂതുകൾ, വരുന്ന ആലോചനകളൊക്കെ ആമേൻ എന്നെ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് തകർച്ചു കളയുന്നതാണോ, എന്നെ കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതാണോ എന്ന് ആത്മാവിൽ വിവേചിക്കണം മക്കളെ.
75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ പറഞ്ഞു, നിനക്കൊരു മകനെ തരും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, അല്ലേ, കടൽക്കരയിലെ മണൽ പോലെ ആക്കും. നീ ഇനി മുതൽ അബ്രാമല്ല, അബ്രഹാമാണ്. ബഹുജാതികൾക്ക് സ്തോത്രം, സ്തോത്രം. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ അബ്രഹാം എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ ജീവിക്കുക. ദൈവം എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വഴി എന്തു ചെയ്യും? നടക്കും. പക്ഷേ കാലം കുറെ കഴിഞ്ഞു, വർഷങ്ങൾ ചിലത് കഴിഞ്ഞിട്ടും വാഗ്ദത്തം നിറവേറിയില്ല. നിറവേറിയില്ല. സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളായി. അബ്രഹാം ഉറച്ചു നിൽക്കുക. പക്ഷേ കൂടെ കൊണ്ടുവന്ന അമ്മാമ്മയ്ക്കൊരഭിപ്രായം. ഒരു ദിവസം, നിങ്ങൾക്കറിയാം അഭിപ്രായം എന്തോ അഭിപ്രായം? നമ്മളിങ്ങനെ മക്കളില്ലാതെ ജീവിക്കുക. ഒരു കാര്യം ചെയ്, എൻ്റെ ദാസി ഹാഗാറുണ്ടല്ലോ, അവിടെ അടുത്തോട്ട് ചെന്നാട്ടെ, അവളാൽ നമുക്കൊരു സന്തതി ജനിക്കും. എന്തായാലും ദൈവം എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നു. തിരുവെടുത്ത് പറയുന്നത്, അബ്രഹാം ഈ മാനുഷിക തീരുമാനത്തെ അംഗീകരിച്ചു. അതിന് പിന്നിലൊക്കെ ഒരു പൈശാചിക മണ്ഡലമുണ്ട്. നിങ്ങൾക്കറിയാമോ, ആ ഒറ്റ തീരുമാനം മനുഷ്യ ചരിത്രത്തിലുണ്ടാക്കിയ തകർച്ച എത്ര വലുതാണ്? ഇന്നും തീരാത്ത പ്രതിസന്ധിയായി അത് നിൽക്കുന്നതിൻ്റെ കാരണം ദൈവ പദ്ധതിയിൽ നിന്ന് അബ്രഹാമിനെ, അല്ലേ, ഒന്ന് വഴിതിരിച്ച് വിടാൻ സാറയിലൂടെ ഇടപെട്ട ആ ഒരു തെറ്റായ തീരുമാനം. അത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാക്കിയ തകർച്ച. ഇന്ന് ഞാൻ ഈ വചനം പറയുന്ന ഈ നിമിഷം വരെ ലോക ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചകൾ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിവേചിച്ച് ജീവിച്ചോണം. ഒറ്റൊരഭിപ്രായം മതി കേട്ടോ, ഒറ്റ ചിന്ത മതി നിങ്ങളുടെ ജീവിതം മാറിപ്പോകാൻ. നിങ്ങളെ ദൈവത്തിൽ നിന്ന് ഉയർന്നു തെറ്റിക്കുവാൻ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തകിടം മറിക്കുവാൻ ഒരൊറ്റ ആലോചന മതി. ഇന്ന് പകൽക്കാല ആമെ കേൾക്കുന്ന ആലോചനകളല്ല, ആമെ നല്ലതല്ല. ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അമ്മാച്ചനാകട്ടെ, അമ്മായി ആകട്ടെ, ബന്ധുവാകട്ടെ, ചർച്ചക്കാരാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, കേൾക്കുന്നതല്ല. അപ്പാടെ വിഴുങ്ങാതെ ഒന്ന് നോക്കണം, ഒന്ന് ചിന്തിക്കണം, ഒന്ന് മനസ്സിലാക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ? ദൈവത്തിൻ്റെ വഴിയാണോ? എന്നോട് പറഞ്ഞ ദൈവാലോചനയ്ക്കകത്ത് നിൽക്കുന്നതാണോ? വചനാനുസൃതമാണോ? ദൈവഹിതമാണോ? എത്ര മനോഹരമായി തോന്നിയാൽ അത്തരം അഭിപ്രായങ്ങൾ നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ദൈവിക തീരുമാനങ്ങളെ അട്ടിമറിക്കുന്നതാണെങ്കിൽ നിഷ്കരുണം അതിനോട് നോ പറയാൻ ഇല്ല. ആ ഒരു കാര്യത്തിന് ഞാൻ ഇല്ലെന്ന് പറയാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിയോഗം ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. മക്കളെ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ദൈവം കണ്ടെത്തിയവരുണ്ട്, ഉണ്ടോ? ഈ ഭൂമിയിൽ നാം ജനിച്ചപ്പോഴേ ദൈവം ഇതൊക്കെ തീരുമാനിച്ചു വച്ചിരിക്കുന്നു. അതേ നടക്കാവൂ. എത്ര പേര് ഇതിന് ആമേൻ പറയുന്നത് എനിക്കറിയില്ല. അതല്ലാതെ എന്തു നടന്നാലും പിന്നത്തേതിനത് പ്രശ്നമാണ്. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതമല്ലാതെ ദൈവത്തിന്റെ ആനുവദനീയ ഹിതത്തിലേക്ക് ഞാനും നിങ്ങളും പോകരുത്. അതെന്തോ പാസ്റ്ററെ, സമ്പൂർണ്ണ ഹിതവും അനുവദനീയ ഹിതവും എന്തുവാ? ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പരമാധികാര ഹിതമാണ്
നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ വിവാഹം, നമ്മുടെ ആത്മീയ കാര്യങ്ങൾ, നാം എവിടെ ആയിരിക്കണം, എന്ത് ശുശ്രൂഷ ചെയ്യണം, എന്ത് ജോലി, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിത്യതയിൽ വരെ എത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് സമ്പൂർണ്ണ ഹിതമുണ്ട്. അത് തിരിച്ചറിയണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, റോമർ 12 പറയുന്നത് എന്താ? ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമച്ചാ. അമ്മാമേ, ആമൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ ആമൻ വേറെ പലതും നല്ലതാ, കൊള്ളാം, ഉഗ്രനാന്നൊക്കെ തോന്നും. പക്ഷേ ദൈവഹിതമല്ലാത്തതെല്ലാം അപൂർണമാണ്. ഇതാണ് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം. എന്നാൽ നമുക്ക് ചില ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, കാത്തിരിക്കാനുള്ള മനസ്സില്ലായ്മ, പിന്നെ നമുക്കങ്ങ് സ്നേഹം കൂടും. അയ്യോ അച്ഛൻ അങ്ങനൊന്നും വേണ്ട, അച്ഛൻ അങ്ങോട്ട് പോകണ്ട, അമ്മാമ്മേ അത് വേണ്ട. കാര്യം എന്താ? സ്നേഹമാ, ഉപദേശമാ, ശാസനയാ. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കും. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഉപവസിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അത് തന്നെ വേണോന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിൽ നിന്ന് മാറിയിട്ട് അനുവദനീയ ഹിതത്തിലേക്ക് പോവുക. വല്ലതും പിടി കിട്ടിയോ? സ്തോത്രം, സ്തോത്രം. ദൈവം ദുബായിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണം പറയുക, നിനക്ക് എവിടെ പോകണം? UK പോകണം, ഉദാഹരണം പറയുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ദൈവം ആഗ്രഹിക്കോ? പാസ്റ്റേ ദൈവം UK ഇല്ലയോ പാസ്റ്റേ ഇച്ചൂടെ മെച്ചം? എനിക്കറിയില്ല UK ആണോ ദുബായ് ആണെന്നൊന്നും ഒക്കെ ഉള്ളത് ദൈവത്തിനെ അറിയൂ. തമ്പുരാനാണ് മെച്ചമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുക? UK വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക വച്ചാ പോവാന്നല്ല, പോകണമെങ്കിൽ ദൈവം അനുവദിച്ചാലേ പറ്റുള്ളൂ. അപ്പം അപ്പോൾ ദുബായ് അല്ല, ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ UK വേണ്ടി ഉപവാസം, UK വേണ്ടി പ്രാർത്ഥന, UK വേണ്ടി അല്ലേ എല്ലാ പരിപാടി. അവസാനം എന്തോ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കുറേ കഴിയുമ്പോൾ ചെവിയും നിലം കേൾക്കാൻ വയ്യില്ലെന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും? എന്തോ ചെയ്യും? എന്നാ പോന്ന് പറയും. എന്നാ എൻ്റെ കൂടെ ഉണ്ടോ? ബിലയാമിൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ബിലയാമിൻ്റെ കഥ. ബിലയാമിനോട് പറഞ്ഞു അമ്മാരുടെ കൂടെ പോരുത്, ഇസ്രായേലിനെ ശപിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ മറ്റന്മാർ കാശും കൊണ്ട് വന്നിരിക്കുക. ഇതെല്ലാം കണ്ടപ്പോൾ പുള്ളി വന്ന് ചെയ്തോട്ട് ഞാൻ ഒന്ന് പോട്ടെ, ശപിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയിട്ട് പോണ്ട. പുള്ളി പിന്നെ എന്ത് ചെയ്യുക? നിൽക്കുക, പോണമെന്ന്. അവസാനം ഉരിയാട കഴുതെ കൊണ്ടുവരെ പറയിപ്പിച്ചു പോകരുതെന്ന്. പോയി ശപിച്ചൊക്കെ വന്നു. ബിലയാമിൻ്റെ കഥ നിങ്ങൾക്കറിയാം. ഭക്തനെ പോലെ മരിക്കാൻ ആഗ്രഹിച്ചവനാ, ജീവിതം തകർന്നുപോയി. ഇന്ന് ഞാൻ ഈ ദൂത് പറയുന്നത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ആത്മതലത്തിൽ ജീവിച്ചാലേ അറിയുള്ളൂ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാലേ അറിയൂ. ഈ ലോകത്തിൻ്റെ മനസ്സാണെങ്കിൽ മെച്ചവേദാ അമ്മമ്മേ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറിയാണ് വെച്ചാണെങ്കിൽ മെച്ചവേദാ UK തന്നെ ഇല്ലയോ? ഉദാഹരണമാണ് പറഞ്ഞു, നിങ്ങൾ ആരും വെച്ച് പറയല്ല. മെച്ചവാരാ ലോകപ്രകാരം നോക്കിയാൽ എന്താ നല്ല ഏതാ? വിവാഹാലോചന വന്നു, ഡോക്ടറും വന്നു, എഞ്ചിനീയറും വന്നു. നല്ല ഏതാ അച്ഛാ? നല്ല ഏതാ അച്ഛാ ലോകപ്രകാരം? ഡോക്ടർ അച്ഛാ? അല്ലേ? നിങ്ങൾ ഈ ഡോക്ടറും എഞ്ചിനീയറും വന്നതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഡോക്ടറും വന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു IT പ്രൊഫഷണലും വന്നെന്ന് വെച്ചോ. ഡോക്ടറല്ലേ നല്ലതാ ഇല്ലയോ? ഇതാണ് ലോകപ്രകാരം. പക്ഷെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ തമ്പുരാൻ ചിലപ്പോൾ പറയും, നിനക്ക് വേണ്ടിയുള്ളത് ആ എഞ്ചിനീയറാണ്, ഡോക്ടറല്ല. കാരണം ദൈവത്തിന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാച്ചാ. സ്തോത്രം, സ്തോത്രം. ലോകപ്രകാരമാണെങ്കിൽ സൗന്ദര്യമല്ലേ നമ്മുടെ മുൻഗണന മെയിനായിട്ട്, അല്ലേ? ദൈവത്തിന് സൗന്ദര്യമല്ല. സ്തോത്രം. അപ്പോൾ ദൈവം എല്ലാം ഈ സൗന്ദര്യം ഇല്ലാത്ത സ്ഥലത്താണോന്ന്
ഞാൻ അങ്ങനൊന്നും അല്ല പറയുന്നത്. ദൈവത്തിന് ഇതിൻ്റെ ആദ്യം അറിയാം, ഇതിൻ്റെ അവസാനവും അറിയാം. ദൈവം ഒരിക്കലും നമുക്ക് ദോഷമായി പരീക്ഷിക്കുന്നവനല്ല. നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ അച്ഛാ, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ആകുന്നു. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ദൈവഹിതം വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം അത് നാം തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിച്ച് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ നമ്മുടെ വിരുദ് തെറ്റിപ്പോവും. ഏറ്റവും കരുത്തനായ മനുഷ്യനാണ് സാംസൺ. സഞ്ജു സാംസൺ അല്ല. പിള്ളേരോട് പറഞ്ഞ, ഈ കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ ഇവർ പറയും ഇവർക്കിപ്പം ആരേ അറിയുള്ളൂ. IPL കളിയൊക്കെ നടക്കുക. ഞാൻ സാംസൺ എന്ന് പറഞ്ഞാൽ പിള്ളേർ പറയും ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. സഞ്ജു സാംസൺ അല്ല. പേര് സാംസനാ. ശിംശോന് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, സാംസൺ മനസ്സിലായില്ല ഇവിടെ പലർക്കും. സ്തോത്രം. ഇസ്രായേലിൽ ദൈവം എഴുന്നേൽപ്പിച്ച കരുത്തനായ ന്യായാധിപന്മാരിൽ ഒരുത്തനാണ് ശിംശോൻ. ഈ ശിംശോന്റെ ജീവിതത്തിൻ്റെ കഥ ഇവിടുത്തെ മുതിർന്നവർക്കൊക്കെ അറിയാം അല്ലേ? അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ തകർത്ത് കളഞ്ഞത്, അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ചത് ഇതുപോലെ ചില സ്വാധീനങ്ങളാ. സ്തോത്രം. അവൻ്റെ നാസിർ വ്രതത്തിൻ്റെ രഹസ്യം ചോർത്തിക്കളഞ്ഞ് അല്ലേ? നയപരമായ ഇടപെടലിലൂടെ ദലീലയുടെ മടിയിൽ തലവെച്ച് അല്ലേ സാംസൺ ഒന്നുറങ്ങി. സംഭവിച്ചത് നിങ്ങൾക്കറിയാം. യഹോവ അവനെ വിട്ടുപോയി. അവൻ്റെ ശക്തിയുടെ രഹസ്യങ്ങൾ ചോർന്നു. വിളിയുടെ ഉദ്ദേശം നഷ്ടമായി. ഇന്ന് ദൂത് കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുക, ദൈവം നിന്നെ ആക്കി വെച്ചതൊരു പ്രാർത്ഥനാ സ്ത്രീയായിട്ടാണെങ്കിൽ, അച്ഛാ, ദൈവം നിന്നെ കണ്ടത് ഈ ദേശത്ത് ദൈവത്തിന് വേണ്ടി സാക്ഷി നിൽക്കുന്ന അതിശക്തമായ ഒരു അഭിഷേകം വഹിക്കുന്ന ഒരു പാത്രമായിട്ടാണെങ്കിൽ, അതിൽ നിന്നൊക്കെ നിന്നെ തെറ്റിച്ച് കളഞ്ഞ് സ്തോത്രം, താൽക്കാലികമായ മാനുഷികമായ അഭിപ്രായങ്ങൾ, ചിന്തകൾ, പൈശാചിക ശക്തികളുടെ സ്വാധീനം, ഇതിലെല്ലാം പുറമെ നിന്റെ അകത്ത് തന്നെ വ്യാപരിക്കുന്ന ജഡീകമായ ചിന്തകൾ ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിച്ച്, ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിച്ച് നിന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ ദൂത് മടങ്ങി വരവിനുള്ള ദൂത് ഏറ്റുപറയണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ സഭയ്ക്കകത്ത് അപ്പൻ്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും വേണ്ട. അവിടുത്തെ സമ്പൂർണ്ണ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. കർത്താവേ, അവിടുത്തെ ഹിതമല്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കരുത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതികൾ, ഞങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള പദ്ധതികൾ, ഞങ്ങളുടെ സഭയെക്കുറിച്ചുള്ള പദ്ധതികൾ അത് നിറവേറണം. അതിന് തടസ്സമായി വെളിപ്പെടുന്ന സ്വാധീനങ്ങളെ, അതിന് തടസ്സമായി വെളിപ്പെടുന്ന ആലോചനകളെ, അതിന് തടസ്സമായി വെളിപ്പെടുന്ന ചിന്തകളെ ആത്മാവിൽ വിവേചിച്ച് അതിനെ ജയിക്കാനുള്ള കൃപ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യോബിനെ തെറ്റിക്കാൻ ഇതുപോലെ നോക്കി. അതും ഈ പറഞ്ഞ പോലെ സ്വന്തം ഭാര്യ ഇല്ലോച്ചാ, നീ ഇനിയും നിന്റെ ഭക്തി. ഇപ്പോഴത്തെ അച്ഛന്മാരാണെങ്കിൽ അവളൊന്ന് പറയാൻ നോക്കിയത് ശരിയാടി. ഞാനും ആ കാര്യത്തെക്കുറിച്ച് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാതിരിക്കുക. അപ്പോഴാ നീ എനിക്ക് ഈ ആലോചന പറഞ്ഞത്. സപ്പോർട്ടൂടെ കിട്ടിയാൽ അന്ന് തന്നെ പ്രാർത്ഥന നിർത്തുന്ന അല്ലേ ആൾക്കാരാണ് പലരും. സ്തോത്രം, സ്തോത്രം. ആരേലും ഒരു അഭിപ്രായം പറയാനിരിക്കുമായിരുന്നു, തീരുമാനമെടുക്കാൻ. പക്ഷേ ഇയ്യോബ് ആ ഗണത്തിൽപ്പെട്ടവനല്ല. അവൻ്റെ അകത്തൊരു വെളിപ്പാടുണ്ട്. അവൻ കണ്ട ദൈവത്തെ ഒരാൾക്കും അവൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റില്ല. അവൻ അറിഞ്ഞ ദൈവകൃപയിൽ നിന്ന് വീഴ്ത്താൻ ഭാര്യയല്ല, മക്കളല്ല, ഉലകത്തിൽ ആരും വന്നാൽ പറ്റില്ല. സ്നേഹിതന്മാർ വന്ന് അടുത്തിരുന്ന് എന്തെല്ലാം പറഞ്ഞു, പക്ഷേ ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. കാരണം അവൻ അറിയാ, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽക്കാലം ഈ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ വിളിയുടെ
ദൈവയുടെ ഉദ്ദേശം അറിഞ്ഞാൽ നിന്റെ വിരുദ്ധ തെറ്റിക്കുവാൻ ആർക്കും പറ്റില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് നിൽക്കുക. എങ്ങനെയാ മക്കളെ തിരിച്ചറിയുന്നത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിലിരിക്കുന്നു. നിങ്ങളെ ആരും ഉപദേശിക്കേണ്ട ആവശ്യം ഇല്ല. ആത്മാവിനോട് ചേർന്ന് നടക്കണം. ആത്മാവിന്റെ ശബ്ദം കേൾക്കണം. തെറ്റായ ആലോചന വരുമ്പോൾ ആത്മാവ് പറയും, ഇത് പാപം, ഇത് തെറ്റായ വഴി അല്ലേ, ഇത് ശരിയല്ല, ആ വഴി പോകരുത്, ഈ വഴിയിൽ പോകുക. ഇന്ന് പകൽക്കാലം ആത്മാവ് കൈയടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ആമൻ, ആത്മാവ് സകല സത്യത്തിലും നിന്നെ വഴി നടത്തുന്നതാ. ഇന്ന് ആമൻ, ആത്മാവ് ആമൻ സകല സത്യത്തിലും വഴി നടത്തുന്നതാണെങ്കിൽ ആ ആത്മാവിന്റെ അഭിഷേകം അകത്തളത്തിൽ പ്രാപിച്ച ദൈവജനമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിളിച്ചു പറയുക, നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. എല്ലാ കണ്ണുകളും ദൈവത്തിന് മുമ്പിൽ ഒന്നടയട്ടെ. അനേകരെ തെറ്റിച്ചു കളഞ്ഞ പിശാച്, അനേകരെ വഴിതെറ്റിച്ച്, അനേകരുടെ പ്രത്യാശയെ നശിപ്പിച്ച്, അനേകരുടെ വിശുദ്ധിയെ തകർത്ത് കളഞ്ഞ്, അനേകരുടെ വിശ്വാസ ജീവിതത്തെ തകർത്ത്, അനേകരുടെ വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോകുമ്പോൾ ഇന്ന് പകൽ ദൈവം പറയുക, ആമൻ, ദൈവം നിന്നെ കണ്ടത് ഉദ്ദേശത്തോടെയാ. നിന്നെ വിളിച്ചതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിന്നെ നിലനിർത്തിയിരിക്കുന്നതിന് പിന്നിൽ തമ്പുരാന് ചില പദ്ധതികളുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിലെ കാര്യപരിപാടിയുണ്ട്. അതിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയാൻ ഒരു ശത്രുവിനെ അനുവദിക്കരുത്, ഒരു കുടുംബക്കാരെയും അനുവദിക്കരുത്, ഒരു ചാർച്ചക്കാരെയും അനുവദിക്കരുത്, ഒരു മനുഷ്യരെയും അനുവദിക്കരുത്. ദൈവഹിതത്തിലേക്ക് നടന്നെടുത്താട്ടെ. ദൈവഹിതമില്ലാത്തതിനെ വിവേചിച്ച് പുറത്തു കളഞ്ഞാട്ടെ. ചിലതിനോട് നോ പറയാൻ കൃപ പ്രാപിച്ചാട്ടെ. ജീസസ്.